ഹായ് കൂട്ടുകാരെ, ചാത്തൻസ് വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നേരം വെളുത്തപ്പോൾ തന്നെ എൻ്റെ ഇളയ സന്താനം ഒരു ചൂണ്ടയായിട്ട് തോട്ടിലോട്ട് പോയിട്ടുണ്ട്. നേരത്തെ മീൻ കിട്ടിയെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇന്നിപ്പം വറുത്ത മീൻ തിന്ന് ഞാൻ ചാവുമെന്ന് തോന്നുന്നു. കാരണം കാര്യമായിട്ട് അവിടെ മീൻപിടുത്തം നടക്കുന്നുണ്ട്. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ആഘോഷമൊക്കെ തിമിർപ്പൊക്കെ കാണുന്നുണ്ട്. എന്തോ ഒരു ചെറിയ പൂടെ കൈ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തുവാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വയലുമീൻ തിന്നാമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ദേണ്ട രണ്ടെണ്ണം കൂടെ താഴ്ന്നു വരുന്നുണ്ട്. എന്ത് ബക്കറ്റാണോ വറക്കണ്ടേ? പൂവാ, ഇത് ചൂണ്ടയായിട്ട് പിടിച്ചാന്നോ? നീ രണ്ടെണ്ണം കൂടി തോട്ടീന്ന് പിടിച്ചോണ്ട് വന്നേന്നോ? കൊള്ളാല്ലേ? ജീവനുണ്ടോ ഇതിന്? അത് തല ഉന്നിച്ച് പിടിച്ചേക്കുന്നുണ്ടോ തോന്നുന്നു, അനങ്ങാത്തെ. അവിടെ ഇട്, അതിനെ കൊല്ലണം ഇനി. പിടിച്ചോ? ഇനി ജീവനുണ്ടല്ലേ. ഞാൻ വിചാരിച്ച ചത്ത് കിടക്കുന്നു. ഇത് എങ്ങനെ കൊല്ലു ഇതിനെ? വെട്ടാം. ഈ കമ്പി അടിക്കാൻ അടി കൊടു. നമുക്ക് ഫ്രൈ അടിച്ചോ? അവിടെ ഇട നമുക്ക് വറക്കാം. അപ്പം നമുക്ക് ഇതിനെ വറക്കാം. അപ്പം അതിനെ ആദ്യമായിട്ട് നമുക്ക് കൊല്ലാം. അതിന് മുമ്പേ വേണ്ട, അടിച്ചൊന്നും കൊല്ലണ്ട. നമുക്ക് ഇതിന് ചാമ്പലും ഉപ്പും ഇടാം, അന്നേരം ഇത് ചാവും. നല്ല വളയായിരുന്നു. ഇതിനകത്ത് ഉപ്പുണ്ടോ? ഉപ്പുണ്ട്. ഇടത് അതിനെ കൊല്ല്, ചാവട്. വറുത്തുനിന്ന് തിന്നാനെ താത്തട്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ സച്ചുവിന് വയലിൽ നിന്ന് 2 ബ്രാലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി കൊന്നെടുക്കുക എന്ന് പറയുന്നൊരു ശ്രമമായ പരിപാടിയുണ്ട്. അത് ഞാൻ സച്ചുവിനെ ഏൽപ്പിച്ചേക്കാണ്. കാരണം എനിക്ക് ഈ സാധനത്തിനെയൊക്കെ കൊല്ലാനൊക്കെ ഭയങ്കര മടിയാണ്. ഇത് കൈ പിടിക്കുമ്പോൾ അനങ്ങുന്ന തന്നെ പേടിയാണ്. ഇളക്കി കൊടുക്കുക. അത് ചത്തിട്ട് ചാവണം. ചാവത്തൊന്നുമില്ല അത്. പിന്നെ അങ്ങനെ ചാവുന്നേ? അടിച്ചു വന്നെങ്കിലേ ചാവത്തോളൂ. ഇപ്പ് കിട്ടാൻ വേണ്ടി ഒന്ന് കിട്ടാൻ വേണ്ടി കൈ ഇരിക്കാൻ വേണ്ടി അതിന്റെ ഭാര്യം തല എല്ലാം കണ്ടിട്ട് പറക്കും കണ്ടിട്ട് അത് ചെതുമ്പി കഴിയുമ്പോ അത് കണ്ടിക്കുമ്പോ അതിന്റെ തല കണ്ടിക്കുമ്പോ അനങ്ങൂ ഇനി. പിന്നെ അയ്യോ, അത് ചത്തില്ലെങ്കിൽ അനങ്ങും. അത് ഞാൻ കണ്ടിച്ചേ. അതേപോലെ എനിക്ക് പേടിയാവും. നീ അവിടെ വെക്കത് ചാവട്ടിച്ചിരി നേരം കഴിയുമ്പോ ചാവും. ഇനി ഗ്രിപ്പും കൂടെ ആവത്തേ ഉള്ളൂ. കണ്ടോ? എന്നാ നില്ല, ഞാൻ പിച്ചാത്തി എടുത്തോണ്ട് വരട്ടെ. നീ വെട്ടാം. അയ്യോ, ഇത് ചത്തില്ലയോ? അയ്യോ, അപ്പം ഇതിനെ കുത്തി കൊല്ലാൻ നോക്കുകയാണ്. അപ്പം അതിനെ കുത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതങ്ങനെ നീ ചാവത്തില്ല. ഓടി പോത്. അതിന്റെ തലയൊക്കെ ഞെവളയൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി. ഇതിനെ എങ്ങനെ കൊല്ലൂടാ? അടി പറ അതിനെ. അടിയടാ ഒന്നൂടെ. അടി, ഒന്നുകൂടെ അടി. അപ്പം സച്ചു ഇതിനെ അതിസാഹസികമായിട്ട് തല്ലി കൊന്നു. അപ്പം ഞാനിതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് ഇതിനെ വൃത്തിയാക്കുന്ന ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതീക്ഷിച്ചത്ര വലിയ പാടൊന്നുമില്ല. ഈസി ആയിട്ട് ഇതിൻ്റെ ചെതുമ്പൽ ഇളക്കി കളയാൻ പറ്റുന്നുണ്ട്. നല്ല എളുപ്പമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഭയങ്കര പാടൊക്കെ ആയിരിക്കുമെന്നാണ്. പക്ഷേ പാടൊന്നും ഇല്ലായിരുന്നു. ഈസി ആയിട്ട് അതിൻ്റെ ചെതുമ്പലെല്ലാം നീക്കി കളയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനി അനങ്ങുമെന്നുള്ളതാണ് ആകെ ഉള്ളൊരു വിഷമം. കാരണം ഇത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിലെങ്ങാണിരുന്ന് അനങ്ങാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ എടുത്ത് ഒരു എറിയും കൊടുക്കും. കാരണം എനിക്ക് ഈ മീൻ അനങ്ങുമ്പം പേടിയാവും. ഇതൊന്നും പേടിയില്ലാത്ത ഒരു സാധനമാണ് എൻ്റെ ഇളയ സന്താനം. അവൻ കുറച്ച് നേരം കൊണ്ട് എന്നോട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങോട്ട് ഞാനങ്ങ് വെട്ടിക്കണ്ടിച്ച് തരാമെന്ന്, ഞാൻ തല മുറിച്ച് തരാമെന്ന്. തല അനങ്ങൂടാ, ജീവൻ ഉണ്ടോടാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ കൂടെ പറയുന്നുണ്ട്, അമ്മ ഇനി തന്നാൽ മതി, ഞാൻ മുറിച്ച് തരാമെന്ന്. അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണ്, അമ്മ ഇതിനി എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഇതിൻ്റെ തല വെട്ടി കളയാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ രക്ഷയില്ല. അയാളുടെ തലയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണ് എൻ്റെ സച്ചു. അയാൾക്ക് തലയാണ് മെയിനായിട്ട് അങ്ങ് വേണ്ടുന്നത്. തല കളയരുത്, ആ കുഞ്ഞ മീനിൻ്റെ വരെ തല കളയരുതെന്നാണ് അയാളുടെ ഓർഡർ. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചത്ര വലിയ പാടൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ചെതുമ്പയൊക്കെ നന്നായിട്ട് ഇളകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിന് ഈ വയലുമീൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാ ആൾക്കാരും ഒന്നും ഇത് കൂട്ടാറില്ല. പക്ഷേ ഈ തോട്ടുമീൻ നല്ല ഫ്രഷ്, ഇപ്പം കിട്ടുന്ന മീനെല്ലാം വിഷം അടിച്ചതാണല്ലോ.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രഷ് മീൻ കിട്ടുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇതിന് മുന്നേ നമുക്കിത് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം നമ്മളിതിനെ വറുത്തൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പം നേണ്ട ഞാൻ തല കണ്ടിക്കുന്ന പരിപാടിയില്ല, ഇനി ഇത് അനങ്ങുമോ എന്തോ. എന്തായാലും അത് ചത്തുപോയി. എൻ്റെ സച്ചുവിൻ്റെ ആഞ്ഞുള്ള അടിയിൽ ആ മീൻ ചത്ത് മൃതി അടഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സച്ചുവാണ് ഈ മീനെ തല്ലിക്കൊന്നത്. അപ്പോൾ അത് അനങ്ങുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കേണ്ടുന്ന കാര്യമില്ല. അപ്പം ഞാൻ അതിൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുക. സച്ചു ഇങ്ങനെ കാവലിരിക്കുകയാണ്, ആ തല ആർക്കും കൊടുക്കരുത്, അവന് തന്നെ വേണം, വറക്കുമ്പോൾ അവന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ആ തലയുടെ കൂടെ കാവൽ നിൽക്കുന്നത്. അവനൊരു ഭയമില്ലായ്കയില്ല ഈ തല ഞാൻ വെട്ടിക്കളഞ്ഞാലോ എന്ന്. അതുകൊണ്ടാണ് അവൻ ഈ മീൻ വെട്ടുന്നിടത്തുനിന്ന് മാറാണ്ട് നിൽക്കുന്നത്. കാരണം ഞാനെങ്ങാണ് ഈ തല വെട്ടിക്കളഞ്ഞാൽ പിന്നെ സച്ചുവിന് കിട്ടത്തില്ലല്ലേ. ഞാൻ എടുത്തിട്ട് ഈ തല കൊള്ളത്തില്ലെന്നും പറഞ്ഞിട്ട് എറി കൊടുത്താൽ പോരെ. അപ്പോൾ തല നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതിൻ്റെ കൂടെ അവൻ്റെ അച്ചാമ്മയുടെ സപ്പോർട്ടും ഉണ്ട്, തല നല്ലതാണ്, ഇതിൻ്റെ ഞെവളയൊക്കെ പിച്ചി കളഞ്ഞാൽ മതിയെന്ന്. അപ്പം നേണ്ട നമ്മൾ മീനെ മുറിച്ചെടുത്തിട്ടുണ്ട്, 2 പീസാക്കി തലയൊക്കെ കണ്ടിച്ച് വേറെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാം. അപ്പോൾ പ്രതീക്ഷിച്ചത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല അത് വെട്ടുന്നതിന്. ഞാൻ കരുതിയത് നല്ല പാടായിരിക്കുമെന്നായിരുന്നു. സാധാരണ ഇങ്ങനെ ഈ മീനൊക്കെ ഈ തോട്ടുമീൻ അങ്ങനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഒന്നീ എൻ്റെ അമ്മ കാണും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുറിച്ച് തരാറാണ് പതിവ്. ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ മുറിച്ചെടുക്കുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് അതിനെ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉരച്ചൊക്കെ കഴുകണം കേട്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ പുറത്തിരിക്കുന്ന അഴുക്കൊന്നും പോവുകയില്ല. അപ്പോൾ ഇത് ഏകദേശമൊക്കെ നല്ല വൃത്തിയായിട്ട് ഉരച്ച് കഴുകിയിട്ടുണ്ട് ഞാൻ. എൻ്റെ മാക്സിമം ഉരച്ച് കഴുകിയിട്ടുണ്ട്. ബാക്കിയുള്ള അഴുക്കൊക്കെ ഇനി ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, പുല്ല്. അപ്പം നേണ്ട കണ്ടോ, നമ്മൾ വറക്കാനായിട്ട് ഇങ്ങനെയാണ് ഞാൻ മുറിക്കാറ്. മീൻ 2ആയിട്ട് അങ്ങ് നടുവേ പിളർന്നിട്ട് നന്നായിട്ട് വരഞ്ഞു വെച്ചാണ് ഞാൻ മീൻ വറക്കാൻ മുറിക്കാറ്. അപ്പോൾ ഇനി നമുക്ക് മീൻ വറക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമ്മൾ കുറച്ച് കുരുമുളക്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സിയുടെ ജാറിനകത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയാണ് നമ്മൾ ചതച്ച് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ധിമാന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയെല്ലാം നന്നായിട്ട് ഈ മീനകത്ത് പിടിക്കണം. കാരണം ഇത് നല്ല ഫ്രഷ് മീനാണ്, ഒരു രീതിയിലും ഒരു മായവും ഇല്ലാത്ത നല്ല ഫ്രഷ് നമ്മുടെ സ്വന്തം തോട്ടിക്കിടന്ന് വളർന്ന മീനാണ്. അതും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റോളം അതങ്ങനെ അതൊന്ന് സെറ്റ് ആവട്ടെ. അരപ്പൊക്കെ ആ മീനകത്തേക്ക് അങ്ങ് നന്നായിട്ട് പിടിക്കട്ടെ. അപ്പം നമുക്ക് അപ്പോഴത്തേനും ഞാൻ കണ്ടോ, ഞാൻ എപ്പോഴും മീൻ വറക്കുന്നത് ഞാൻ എണ്ണയിലിട്ടല്ല വറക്കുന്നത്. ഞാനിങ്ങനെ ഒരു ഇല വച്ചിട്ട് പാനകത്ത് വെച്ചാണ് വറക്കുന്നത്. അതാകുമ്പോൾ ആ വാഴയിലയുടെ ആ ഒരു മണവും ആ കറിവേപ്പിലയുടെ ഒരു മണവും എല്ലാം കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ ആ വാഴയിലക്കകത്തേക്ക് ആ മീനെ ഇങ്ങനെ പറക്കി വെച്ച് നിരത്തി വെക്കും. അതാകുമ്പം നമുക്ക് മീൻ അങ്ങ് ഒരുപാട് കരിഞ്ഞു മുരിഞ്ഞു പോത്തുമില്ല, നല്ലൊരു പരുവത്തിൽ കറക്റ്റായിട്ട് അത് കിട്ടും. മീനെല്ലാം പറക്കി നിരത്തി വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം തന്നെയല്ല, ഒരുപാട് അധികം ഓയിലും വേണ്ട ഇങ്ങനെ വറക്കുന്നതാകുമ്പോൾ. മറ്റേതാകുമ്പം കണ്ടമാനം ഓയിലും ആവും. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ മീൻ ചില സമയങ്ങളിൽ ഒരുപാടങ്ങ് മുരിഞ്ഞു പോകും. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് മുരിയുന്ന മീൻ ഇഷ്ടമല്ല. പിന്നെ പോരാത്തതിന് ഈ വാഴയിലയുടെ ഒരു മണവും അതിൻ്റെ ഒരു രുചിയും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിനി അതിനകത്തേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ എൻ്റെ പാചകം ഏറ്റവും കൂടുതലും വിറകടുപ്പിലാണ് കേട്ടോ. ഞാനങ്ങനെ ഗ്യാസ് അധികം ഉപയോഗിക്കാറില്ല, ജോലിയുള്ള സമയങ്ങളിലെങ്ങാനേ എടുക്കാറുള്ളൂ. പിന്നെ പോരാത്തതിന് ഇപ്പം ഗ്യാസ് തീർന്നിട്ട് കുറച്ച് ദിവസമായി, പുതിയ സിലിണ്ടർ നിറയ്ക്കാൻ ശ്രമിച്ചില്ല. അപ്പം ആ വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിനി ഒരു മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം.
അപ്പം എന്താ കേട്ടോ ആ ചൂടായിട്ടുണ്ട്. എന്നിട്ട് ആ മീനൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനി ഇതിൻ്റെ മറുവശവും കൂടെ, കാരണം ഈ ഒരുപാട് എണ്ണയിലിട്ടല്ലല്ലോ നമ്മൾ വറക്കുന്നത്, അപ്പം 2 വശവും വെന്ത് വരുന്നതിനായിട്ട് നമുക്ക് ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വെക്കാം. അപ്പോൾ ഇതിന് കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങോട്ട് വേവട്ടെ. അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പുകയൊക്കെ വരുന്നു. ഇനി കരിഞ്ഞു പോയോ എൻ്റെ വാഴയില കത്തിപ്പോയോ എന്തായാലും താഴെ എടുത്ത് വെച്ച് നോക്കാം. ഇല്ല, വാഴയിലേക്കൊന്നും കുഴപ്പമില്ല. മീൻ നല്ല വൃത്തിയായിട്ട് അവിടെ നിന്ന് എണ്ണയ്ക്കകത്തിരുന്ന് തിളച്ച് സെറ്റായി വെന്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഇപ്പം മറിച്ചിടാറായിട്ടുണ്ട്, നമുക്കത് മറിച്ചിടാം. പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടാനൊന്നും വലിയ പാടില്ല. കാരണമെന്ന് പറഞ്ഞാൽ വാഴയിലയിൽ വെച്ചിരിക്കുന്നതായ കാരണം അടിയൊന്നും പിടിക്കത്തൊന്നുമില്ല, മീൻ പൊടിഞ്ഞും പോവുകയില്ല. ഇത് ഞാൻ സ്ഥിരം മീൻ വറക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, വാഴയിലയിൽ വെച്ചിട്ടാണ് ഞാൻ മീൻ വറക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മീൻ അങ്ങനെ അധികം പൊടിഞ്ഞൊന്നും പോകാറില്ല. പിന്നെ ഇത് ഇപ്പോൾ ഇതായതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂണ് വെച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നീക്കി വെച്ചിട്ട് തിരിച്ച് വേറൊരു വാഴയില ഈ തവയിലേക്ക് വെച്ചേച്ച് ഇത് കമത്തി അങ്ങ് തട്ടാറാണ് പതിവ്. ഇത് പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടും വേറൊരു വാഴയില എടുക്കാൻ എനിക്കിനി വെളിയിൽ വരെ പോകാൻ കഴിയാത്ത മടി കൊണ്ടുമാണ് ഞാനിങ്ങനെ കുത്തി തിരിച്ചെടുക്കുന്നത്. ഞാൻ 2 വാഴയില എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ആ 2 വാഴയിലയും ഞാനിത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ തവയ്ക്കകത്ത് ആദ്യമേ അങ്ങ് സെറ്റ് ചെയ്തു. അതുകൊണ്ട് ഇനി വാഴയില എടുക്കണമെങ്കിൽ പുറത്തിറങ്ങി പോകണം, അത് എനിക്ക് വയ്യ, എനിക്ക് മടിയാ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ അങ്ങ് തിരിച്ചിടുന്നത്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടേ എല്ലാം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട നമ്മുടെ തല, സച്ചു ഓർഡർ ചെയ്ത് വെച്ചേക്കുന്ന തലപ്പീസാണത്, അതും കൂടെ തിരിച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിനെ ഇനി വീണ്ടും നമുക്ക് വെച്ച് ഒന്നും കൂടെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് മുരിച്ചെടുക്കാം. അപ്പം നേണ്ടത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ചതിപ്പോൾ ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചീനിയൊക്കെ കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഇലയൊക്കെ ഇട്ട് ചീനിയും ചിക്കനും മീൻ വറുത്തതും എല്ലാം കൂടെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളി വെറൈറ്റി ആയിരുന്നു, നല്ല അടിപൊളി ഒരു ഊണായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.